ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇൻസുലിൻ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. നമ്മുടെ ക്ലിനിക്കിൽ ഹോസ്പിറ്റലിൽ പലപ്പോഴും നമ്മൾ ഇൻസുലിൻ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇൻസുലിൻ പലപ്പോഴും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാത്തതാണ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ പ്രധാനമായിട്ടും ഇൻസുലിൻ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെ ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ കുപ്പിയിലുള്ള വായിൽ ഇൻസുലിൻ ഉണ്ട്, പേനയുള്ള ഇൻസുലിൻ ഉണ്ട്. ഇത് ഏതാണെങ്കിലും നമ്മൾ വീട്ടിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിലാണ് സ്റ്റോർ ചെയ്യുന്നത്. 2 to 8 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആ ഡോർ സൈഡ്. ഒരിക്കലും ഫ്രീസറിൽ നമ്മൾ ഇൻസുലിൻ സൂക്ഷിക്കാൻ പാടില്ല. ഫ്രീസായി പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ഇൻസുലിൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ. പിന്നീട് നമ്മൾ ഇൻസുലിൻ പുറത്തിട്ടു, ചിലപ്പോൾ എടുത്തു വയ്ക്കാൻ മറന്നുപോയി. ഒരു 30 ഡിഗ്രി മുകളിൽ എക്സ്പോഷർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻസുലിൻ ഒരാഴ്ചക്കുള്ളിൽ ഉപയോഗിച്ച് തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ വിറുലൻസ്, അതിൻ്റെ നമുക്ക് ഒരു ഗുണം കിട്ടണമെന്നില്ല. പിന്നെയുള്ള ഇൻസുലിൻ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സൈറ്റിൽ തന്നെ എടുക്കില്ല. പലപ്പോഴും നമ്മൾ പേഷ്യൻസിനോട് പറയും നമ്മൾ വലത് തുടങ്ങി പുക്കളിന് ചുറ്റുമായിട്ട് പോയിട്ട് പിന്നെ ഇടത്ത് തുടങ്ങി ഒരു സൈക്ലിക്കൽ ഫാഷനിൽ വേണം നമ്മൾ ഇൻസുലിൻ എടുക്കാൻ. 1 to 2 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ വേണം ഇഞ്ചക്ഷൻ കുത്താൻ. ഒരേ സൈറ്റിൽ തന്നെ കുത്തിക്കൊണ്ടിരിക്കാൻ. പലപ്പോഴും നമ്മൾ ഒരേ സൈറ്റിൽ തന്നെ ഇൻസുലിൻ കുത്തുമ്പോഴാണ് അവിടെ ഇൻഫെക്ഷൻ വരാൻ, അവിടെ തടിച്ചു പോകാൻ, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകാൻ, അല്ലെങ്കിൽ ഒരു പഴുപ്പുണ്ടാകാനൊക്കെ ചാൻസ് വരുന്നത്. എപ്പോഴും മഞ്ഞക്കാരം കൂടുതലായിട്ട് നമ്മൾ ഇൻസുലിൻ എടുക്കുന്നതിന് ഒരു സ്പിരിറ്റഡ് കോട്ടൺ വെച്ച് നമ്മൾ ആ സൈറ്റിൽ നിന്ന് വൈപ്പ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ കുപ്പിയുടെ ഇൻസുലിൻ എടുക്കുന്ന കുപ്പിയുടെ റബ്ബർ കോക്കിൻ്റെ അവിടെ നിന്ന് വൈപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആണ്. അത് സാധിച്ചില്ലെങ്കിൽ പോലും നമ്മൾ നീഡിൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുക. അപ്പോൾ നീഡിൽ കുത്തുമ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഷാർപ്നെസ് പോയി, അപ്പോൾ നീഡിൽ മാറി ഉപയോഗിക്കുക. പിന്നെ നീഡിൽ നമ്മൾ ഒത്തിരി പ്രാവശ്യം ഉപയോഗിക്കാൻ നോക്കില്ല. അപ്പോൾ നീഡിൽ കുത്തുമ്പോൾ പെയിൻ ഉണ്ട്. നോർമലി നമ്മൾ സബ്ക്യൂട്ടേനസ്, അതായത് സ്കിന്നിൻ്റെ അടിയിലേക്കാണ് കുത്തുന്നത്. അപ്പോൾ അതിനുള്ള നീഡിലാണ് തന്നുവിടുന്നത്. അപ്പം ചെരിച്ച് കുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ കുത്തേണ്ട ഭാഗം 2 വിരൽ കൊണ്ടൊന്ന് പൊക്കി പിടിച്ചിട്ട് നമ്മൾ കുത്തുമ്പോൾ കറക്റ്റായിട്ട് സബ്ക്യൂട്ടേനസ് ഏരിയയിലേക്ക് പോകും ഇൻസുലിൻ. പലപ്പോഴും നമ്മൾ പൊക്കി പിടിക്കുക കുത്തുമ്പോൾ ഒബീസ് ആൾക്കാരാണെങ്കിൽ അത് ഇൻട്രാഡർമൽ സ്കിന്നിൻ്റെ അടിയിൽ പോകും, പെയിൻഫുൾ ഇഞ്ചക്ഷൻ വരാം. പിന്നെ ഷാർപ്നെസ്, നീഡിലിൻ്റെ ടിപ്പിൽ ഷാർപ്പ് അല്ലെങ്കിൽ നമ്മൾ കുത്തുമ്പോൾ വേദനയുടെ നീഡിൽ മാറിയാൽ തന്നെ വേദന കുറയും. അപ്പം നമ്മൾ പലപ്പോഴും ഇൻസുലിൻ എടുത്ത് നമ്മൾ കുത്തുന്നതിന് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇടണമെന്നില്ല, 20 to 20 മിനിറ്റ്സ് വരെ നമ്മൾ ഇൻസുലിൻ എടുത്ത് പുറത്ത് വയ്ക്കണം. കാരണം തണുപ്പൊന്ന് മാറിയിട്ട് വേണം കുത്താൻ. പലപ്പോഴും കോൾഡായിട്ടുള്ള ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ടാണ് പല പെയിൻ എടുക്കുന്നത്. അപ്പം പെയിൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നീഡിൽ പുതിയതെടുക്കണം, തണുപ്പ് കുറച്ച് മാറ്റിയിട്ട് ഇൻസുലിൻ എടുക്കാം. പിന്നെ പ്രോപ്പർ ടെക്നിക്ക്, നമ്മൾ 2 വിരൽ കൊണ്ട് സ്കിന്നിൽ പൊക്കി പിടിച്ചിട്ട് 90 ഡിഗ്രിയിൽ സിറിഞ്ച് പിടിച്ചിട്ട് വേണം നമ്മൾ കുത്താൻ. 45 ഡിഗ്രി വേണമെങ്കിൽ തീർത്തും മെലിഞ്ഞ ആൾക്കാർക്ക് ഉപയോഗിക്കാം, കാരണം സ്കിന്ന് അടി ഫാറ്റ് കാര്യമായിട്ടില്ലെങ്കിലും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻസുലിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ എടുക്കാൻ സൂചിയെ പേടിയുള്ളവരുണ്ട്, പിന്നെ പെയിനിന് പേടിയുള്ളവരുണ്ട്, പിന്നെ ഇതെടുത്താൽ ഷുഗർ താന്നു പോകുന്ന പേടിയുണ്ട്. അത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ പുതിയ ശ്രേണിയുള്ള ഇൻസുലിൻ ഉണ്ട്. പണ്ടാണ് 2 ടൈപ്പ് ഇൻസുലിൻ, റെഗുലർ ഇൻസുലിൻ, സാധാ ഇൻസുലിനും പിന്നെ പ്രീമിക്സ്, 2 ലോങ് ആക്ടിങ് ഷോർട്ട് ആക്ടിങ് മിക്സ് ചെയ്ത ഇൻസുലിൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ റെഗുലർ ഇൻസുലിൻ ആണെങ്കിൽ 3 നേരം എടുക്കണമായിരുന്നു, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. പ്രീമിക്സ് ആണെങ്കിൽ ലോങ്ങും ഷോർട്ടും മിക്സ് ചെയ്താണെങ്കിൽ രാവിലെയും വൈകിട്ടുമാണ് എടുക്കേണ്ടിയിരുന്നത്. ഇപ്പം പുതിയ ശ്രേണിയുള്ള ഇൻസുലിൻ വന്നിട്ടുണ്ട്, ഗ്ലാർജിന് ഇൻസുലിൻ അല്ലെങ്കിൽ ഡെഗ്ലൂട്ടക്, ഡെറ്റുമർ എന്ന് പറഞ്ഞാൽ ലോഗ് ഇൻസുലിൻസ്. അവ ഒരിക്കലും താഴുന്നില്ല. ബേസ് ഇൻസുലിൻ പോലെ ഒരു നേരം എടുത്താൽ മതിയാണ്, നമുക്ക് ഭക്ഷണമായിട്ട് ബന്ധമില്ല. വൈകുന്നേരം ബെഡ് ടൈം ഒരു ഡോസ് എടുക്കുന്നു, സ്ലോ ആയിട്ട് കണ്ടുള്ളൂ. പക്ഷേ ഒത്തിരി ഷുഗർ ഹൈ ആയിരിക്കുമ്പോൾ 400, 500 അല്ലെങ്കിൽ 300 മുകളിലേക്ക് ആയിരിക്കുമ്പം ഈ ഇൻസുലിൻ എടുത്താൽ നമുക്ക് പ്രത്യേക പ്രയോജനം കിട്ടിയില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ റെഗുലർ ഇൻസുലിൻ, റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ എടുക്കണം. ഇപ്പം പുതിയ ശ്രേണിയുള്ള ഇൻസുലിൻ ഉണ്ട്, പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ആസ്പാർട്ട, ഗ്ലൂസിലിൻ, ലിസ്പ്രോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കുറച്ച് പൈസ കോസ്റ്റ്ലി ആണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും ആ ഇൻസുലിൻ വേണമെങ്കിൽ നമുക്ക് 2 നേരം 3 നേരം ഉപയോഗിച്ച് ഒരു ബേസ്ലൈൻ ഇൻസുലിൻ ലോങ് ആക്ടിങ് ഗ്ലാർജിൻ ഉപയോഗിച്ച് നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇൻസുലിനെ പേടിക്കേണ്ട കാര്യമില്ല. ഷുഗർ പ്രോപ്പറായിട്ട് നമ്മൾ ഇൻസുലിൻ കുത്തുകയാണെങ്കിൽ ഒരിക്കലും ഷുഗർ താഴെയില്ല. പിന്നെ പ്രായമുള്ളവരാകുമ്പോൾ ഡോസ് കുറച്ചെടുക്കണം. നമ്മൾ കിഡ്നി പേഷ്യൻ്റ് ക്രിയാറ്റിനുണ്ട്, നമുക്ക് വേറെ അസുഖങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റാത്തപ്പോൾ ഇൻസുലിൻ കുറയ്ക്കണം. നമുക്ക് ഇനി ഷുഗർ കൂടുകയാണെങ്കിൽ ഒരു 10 മില്ലിഗ്രാം 20 മില്ലിഗ്രാം കൂടുകയാണെങ്കിൽ 2 യൂണിറ്റ് അല്ലെങ്കിൽ 4 യൂണിറ്റൊക്കെ കൂടുതൽ നമുക്ക് എടുക്കാൻ സാധിക്കും. പക്ഷേ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻസുലിൻ എടുക്കുന്ന മുമ്പ് ഒരു ഗ്ലൂക്കോമീറ്റർ ഷുഗർ നോക്കിയിട്ടുണ്ട് എടുക്കാം. ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. ഗ്ലൂക്കോമീറ്റർ സ്വന്തമായിട്ട് നമുക്ക് വേണം. പലപ്പോഴും ഗ്ലൂക്കോമീറ്റർ നോക്കാതെ ഇൻസുലിൻ എടുക്കുമ്പോൾ ഷുഗർ താന്നു പോകാനും ഒത്തിരി ഹൈ ആണെങ്കിൽ ആയിരിക്കും ഡോസ് എടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻസുലിൻ എടുക്കുമ്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗർ താന്നു പോകാതെ നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. താങ്ക് യു.